എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് പണികളെല്ലാം കഴിച്ചിട്ട് നമ്മളിതേ കളൂടാനുള്ള പരിപാടിയിലാണ്. ഇന്ന് മോനല്ല കളൂടണം, ഇന്ന് അച്ഛനാണ് കളൂടണത്. അച്ഛൻ എത്തിയിട്ടുണ്ട്, ഇന്നലെ വൈകുന്നേരം വന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ ബാക്കിൽ എന്ത് ചെയ്യാൻ സുധൂന്നല്ലേ, ഞാൻ യൂണിഫോമൊക്കെ എടുത്ത് വെച്ചിരുന്നു പോവാകുമ്പോൾ ഇടാന്ന് ഓർത്തിട്ട്. അപ്പോൾ ഇന്ന് ഹായ് കിട്ടിയില്ല കേട്ടോ, ഞാൻ തിരിച്ചത് ഇപ്പോഴാണ്. ചേട്ടൻ കളമൊക്കെ വരക്കാനുള്ള പരിപാടിയിലാണ്. എന്താണ് വരച്ചിട്ട് മാച്ചാ? ഇന്നലെ സുധുവും അതെ വരക്കുന്നു മാക്കുന്നു. അപ്പൊ കൊച്ചിന് പറഞ്ഞിട്ട് ആർക്കും അറിയാൻ പാടില്ല കൊച്ചു എവിടെ പോയിന്ന്. കൊച്ചു എവിടെ പോകാനായിട്ടാണ് കൊച്ചു കടക്കര പോയേക്കാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഷോർട്സ് ഇടാ സുധു പോണതെന്ന്. പക്ഷേ സുധുവിനെ ഞാനല്ല കൊണ്ടുവന്നാക്കിയത്. സുധുവിനെ കണ്ണം വന്ന് സ്കൂളിൽ നിന്ന് എന്നെ വിളിച്ചുവിട്ട് പോയി. അപ്പോൾ അതായിരുന്നു ഷോർട്സ് ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ സുധപ്പൻ ഇവിടെ കടക്കരയിൽ പോയിട്ട് വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ പോയേക്കണേട്ടോ. വെക്കേഷൻ ഇനി കുറച്ച് ദിവസമായി പോകണം. കുറച്ച് നമ്മുടെ മെയിൻ വെക്കേഷന് പോയി നിന്നാണ്. അതിന് ശേഷം പുള്ളി പോയി നിൽക്കാത്തതുകൊണ്ട് തന്നെ പോയി നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആള് പോയി ഇന്നലെ പോയി. അപ്പോൾ ചേട്ടൻ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കും കൂട്ടുണ്ടല്ലോ. അപ്പോൾ പുള്ളി സമാധാനമായിട്ട് പോയി നിൽക്കണേണ്. വിളിച്ചിട്ടില്ല കേട്ടോ. ഇന്നലെ വൈകുന്നേരം വിളിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ പറയണമായിരുന്നു, ഞങ്ങളിവിടെ മന്തി മേടിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും മേടിച്ചു കടക്കരന്നാൽ മതി എന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളുടെ പരിപാടിയിലോട്ട് കിടക്കാൻ വേണ്ടി പൂവൊക്കെ കട്ട് ചെയ്യണം. പൂവൊക്കെ സുനിച്ചേട്ടൻ കട്ട് ചെയ്യുമ്പോഴേക്കും ഞാൻ അടുക്കളയിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല അടിപൊളി ഒരു വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ടോ. അങ്ങനത്തെ ഈ പതിവ് പോലെ തന്നെ ഞാൻ നല്ലതായിട്ട് ചാണാനൊക്കെ മെഴുകി നല്ല സെറ്റാക്കി കളമൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ പൂവരിയണ ആളിവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ സുധപ്പന് പകരമായിട്ട് സുനിച്ചേട്ടൻ അവിടെ ഇന്നലെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചാണ് കേട്ടോ പൂവരിയണത്. അപ്പോൾ പൂവാണെങ്കിൽ ഞാൻ മേടിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ വിരിച്ചിട്ടേക്കണായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പൂവ് അതിൽ മോശം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം രണ്ടാമത് മേടിച്ച പൂവ് കുറച്ചധികം അവർ എന്നെ പറ്റിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പൂവൊക്കെ അരിഞ്ഞോട്ടെ. സുനിച്ചേട്ടൻ പൂവ് അരിയുമ്പോഴേക്കും നമുക്ക് അടുക്കളയിൽ പോയി നോക്കാം. അപ്പോൾ ചോറ് തിളച്ച് പോകണം. അയ്യോ വേണമെങ്കിൽ ചോറൊക്കെ നമ്മൾ ഓഫാക്കിയിട്ട് വേഗം പുട്ടും ഉരുളക്കിഴങ്ങ് ഒലത്തും സാമ്പാറും പഴവും ഒക്കെയാണ് ഇന്നത്തെ. പിന്നെ ഇന്നലത്തെ പാവക്കക്കറി അങ്ങനെ എല്ലാവരും കൂടി എല്ലാവരും കൂടി അത് സെറ്റാക്കി കഴിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് വേഗം തന്നെ സുനിച്ചേട്ടനോട് എൻ്റെ സഹായം വല്ലതും വേണമെന്ന് ചോദിച്ചപ്പോൾ ഈ സഹായം ഒന്നും വേണ്ട, ഞാൻ എല്ലാം അരിഞ്ഞ് കഴിഞ്ഞെന്ന് പറഞ്ഞ് അങ്ങനെ നമുക്കിനി കളവിടാം കേട്ടോ. കളവിടുന്ന സമയത്താണെങ്കിൽ നോക്കിയേ ഞാൻ സുധുവിനെ വിളിക്കണേ കേട്ടോ. സുധുവിനെ രാവിലെ വിളിക്കാൻ പറ്റിയില്ല. എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കണ്ണൻ എന്നെ പിണങ്ങും. നിനക്ക് സുധുവിനെ കാണാതിരിക്കാൻ പറ്റൂലേ എന്നൊക്കെ ചോദിക്കും. അത് കാരണം ഞാൻ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്താറില്ല. അപ്പം അമ്മ എന്നോട് പറയുന്നതാണ്, ഒരു കൊച്ചുള്ളതിനെ നിങ്ങളവിടെ നിർത്തിക്കൊണ്ടല്ലേ നിങ്ങൾ ഈ കളവിടണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കണായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അമ്മ ഹോൾഡാക്കി പോയി. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ശ്രുതിനെ വിളിച്ചിട്ടാ. ശ്രുതിനെ വിളിച്ച് ശ്രുതിയായിട്ട് വർത്താനം പറയുമ്പോൾ ശ്രുതി പറയണായിരുന്നു, ചേച്ചി എന്നെ കാണാൻ നല്ലതാണ്, അയ്യോ ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്ന് ലുക്കാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുനിച്ചേട്ടനോട് പൂക്കൾ ഇടുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ചേട്ടന് പിന്നെ കളവൊക്കെ ഇടാൻ അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ചേട്ടന് നന്നായിട്ട് പൊക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ അവിടെ നിൽക്കണ്ടായി. പിന്നെ സുധപ്പനോട് ഞങ്ങൾ പറയുന്നുണ്ട് നീ വരുന്നുണ്ട് ഇങ്ങോട്ട് വാടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൻ പറയുന്നുണ്ട് വന്നില്ല അമ്മ, ഞാൻ വെക്കേഷൻ കഴിഞ്ഞിട്ട് വന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാനും സുനിച്ചേട്ടനും കൂടി ഞങ്ങളുടേതായ രീതിയിൽ കുറച്ച് കളവൊക്കെ ഇടാനൊക്കെ ഞാനവിടെ വെറുതെ ഇരുന്ന് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. വെറുതെ സുനിച്ചേട്ടൻ ചെയ്യണേനെ ഇങ്ങനെ ശല്യപ്പെടുത്താൻ വേണ്ടി ഇരുന്ന് കൊടുത്തെന്ന് പറയണ പോലെ കേട്ടോ. ഞാൻ അവിടെ അങ്ങനെ ഇരുന്നൊക്കെ കൊടുത്തോണ്ട് പിന്നെ അവസാനം ഞാൻ ആ പേപ്പറൊക്കെ എടുത്ത് മാറ്റി അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ കളമൊക്കെ ഇന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കളം ഇന്ന് സ്ക്വയർ വേറെ രീതിയിലൊക്കെയാണ് ഞങ്ങൾ ചെയ്യാൻ പോയത്. പക്ഷെ ഞങ്ങൾ പകുതിക്ക് വെച്ച് നിർത്തി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും എനിക്ക് പോകേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പകുതിക്ക് വെച്ചൊക്കെ നിർത്തിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു വെറൈറ്റി കളമൊക്കെ തന്നെ ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചായ കുടിച്ചേട്ടാ. ഞങ്ങൾ ഒരുമിച്ചാണ് ചായ കുടിച്ചത്. ചേട്ടൻ്റെ ഇവിടെ പുട്ടും പാവക്കക്കറി സാമ്പാർ ഇത് രണ്ടും മൈത്രേമ വെച്ചതാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് എനിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി ചേട്ടൻ വളർത്തി തന്നത് പഴവും നമുക്ക് തിരുത്തിപ്പുറത്തും ഈ പറവൂരൊക്കെ ഏകദേശം ഉള്ളവർക്ക് നമുക്കൊരു പൊടികളുടെ ഒരു ബ്രാൻഡ് നമുക്ക് ഇവിടെ ഉണ്ട്. നമ്മുടെ കസിനൊരു ചേട്ടനും ചേച്ചി നടത്തുന്ന ഒരു പൂർണ്ണ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫ്ലവർ മില്ലുണ്ട്. അപ്പം അവിടുത്തെ പൊടിയാണ് ഇത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ പൊൻകതിര് പോലെ തന്നെ ഗോതമ്പിൻ്റെ റോസ്റ്റ് ഗോതമ്പ് പൊടിയായിട്ടാണ്. ഞങ്ങളിപ്പോൾ അവിടെ നിന്നാണ് സ്ഥിരം മേടിക്കണം. നല്ല ആളായിട്ടാ, സൂപ്പറാണ്. ഞങ്ങൾ നല്ല ബ്രാൻഡാണ്, ടേസ്റ്റാണ്. കുഞ്ചേട്ടൻ അമ്പലത്തിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഇപ്പം അമ്പലത്തിലും അവിടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പം അങ്ങനെ സൂപ്പറാണ്. നമ്മളിപ്പോൾ അവരുടെ എല്ലാ പൊടികളും അപ്പം ഞാനൊരു ദിവസം നമ്മളൊരു ഷോർട്സ് പോലെ ചെയ്യാട്ടോ. അവരുടെ എല്ലാ പൊടികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പം ഈ തിരുത്തിപ്പുറത്തുള്ളവരാണെങ്കിലും പറവൂരുള്ളവരാണെങ്കിലും എവിടെ ഉള്ളവർക്കാണെങ്കിലും ഞങ്ങൾ എത്തിച്ചു തരുകയും ചെയ്യും.
കേട്ടാ. അപ്പം അതിന് ഞാൻ എൻ്റെ നമ്പറൊന്ന് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കൊടുത്തേക്കാം. അപ്പം ആർക്കെങ്കിലും ആ പൊടിയൊക്കെ വേണമെങ്കിൽ ഞാൻ പൊടിയുടെ ഫുൾ വീഡിയോ ഒക്കെ ഇടാം കേട്ടോ. അപ്പം ഞാനിത് പറയണമെന്ന് കുറച്ച് ദിവസമായി വിചാരിക്കുന്നത്. പുട്ടിന് നല്ല ടേസ്റ്റാണ്. കുറച്ച് സമയം നമ്മൾ പൊൻകതിരൊക്കെ നല്ല രസമാണ്, നല്ല രസം, നല്ലൊരു മണവും ഒക്കെയാണ്. അപ്പം നല്ല ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് നമ്മുടെ ബാക്കി ഞാൻ അതിനെക്കുറിച്ച് ഒരു ദിവസം ഒരു ഫുൾ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസത്തെ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിർത്തിയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.